ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയ കഥ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കളകളും മുൾപടർപ്പുകളും പിടിച്ചു കിടക്കുന്ന ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു പൂന്തോട്ടം. അവിടെ ഒരു റോസാ ചെടിയിൽ മനോഹരമായ ഒരു റോസാപ്പൂവ് വിടർന്നു നിൽക്കുന്നു. അതിന് മഞ്ഞ പോലെ വെളുത്ത നിറമായിരുന്നു. ഇതളുകൾ വെൽവെറ്റ് തുണി പോലെ മൃദുലമായിരുന്നു. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു മഞ്ഞകണം വെയിലിൽ ഒരു വജ്രം പോലെ മിന്നിത്തിളങ്ങി. പക്ഷെ പാവം റോസാപ്പൂവിന് ഈ ഭംഗി സ്വയം കാണാനുള്ള കഴിവില്ലല്ലോ. അത് തൻ്റെ ഭംഗിയും മൃദുലതയും ഉള്ളിൽ നിന്ന് വരുന്ന സുഗന്ധവും അറിയാതെ ചുറ്റുമുള്ള കളകളെയും മുള്ളുകളെയും നോക്കി വിഷമിച്ചിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കടുത്ത വെയിലിൽ ആ റോസാ ചെടിയുടെ ഇലകൾ വാടിത്തുടങ്ങി. റോസാപ്പൂവിൻ്റെ ഇതളുകളും കൊഴിയാറായി. ആ ദിവസം ഒരു കൊച്ചു പെൺകുട്ടി ആ വഴി വന്നു. അവൾ തൻ്റെ കൗതുകം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി നോക്കി നിന്നു. അപ്പോഴാണ് അവൾ സുന്ദരിയായ ആ റോസാപ്പൂവിനെ കാണുന്നത്. അയ്യോ, മഴ പെയ്തിട്ട് കുറച്ചു ദിവസമായി. ഇനിയും ഈ റോസാപ്പൂ ഇവിടെ നിന്നാൽ നാളത്തോടെ ഇതിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകും. അതിൻ്റെ ഇലകൾ ഇപ്പോൾ തന്നെ വാടിത്തുടങ്ങി. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി നല്ല പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ പറഞ്ഞ് ആ കുട്ടി തണ്ടോടുകൂടി ആ പൂവ് പറിച്ചെടുത്തു. അവൾ അതിനെ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭംഗിയുള്ള ഒരു ക്രിസ്റ്റൽ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ജനാലയുടെ അരികിൽ വെച്ചു. ഇവിടെ ഇരുന്നാൽ പൂവിന് കുറച്ച് സൂര്യപ്രകാശം കിട്ടുമല്ലോ, അവൾ ചിന്തിച്ചു. വെള്ളം കിട്ടിയപ്പോൾ വാടിത്തുടങ്ങിയ അവളുടെ ഇലകൾക്ക് ജീവൻ വെച്ചു. റോസാ ചെടിക്ക് തൻ്റെ ജീവിതകാലം കുറച്ചുനാൾ കൂടി നീട്ടിക്കിട്ടി. ആ പൂവിൻ്റെ പ്രതിബിംബം ജനാലയുടെ കണ്ണാടിയിൽ പ്രതിഫലിച്ചു. അപ്പോഴാണ് ആ റോസാ ചെടി ആദ്യമായി തൻ്റെ രൂപം കാണുന്നത്. ഇത് ഞാനാണോ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. തൻ്റെ സൗന്ദര്യം കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഇത്രയും കാലം ഞാൻ ആരായിരുന്നു, എൻ്റെ മൂല്യം എന്തായിരുന്നു എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കാനും തുടങ്ങി. സ്വന്തം മൂല്യം തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളെയോർത്ത് ആകുലപ്പെടുന്നതിന് പകരം സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുക. അതാണ് ഈ കഥയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.